നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. ഇന്നത്തെ അർബൻ ജീവിത രീതികളുടെയും അണുകുടുംബത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും എല്ലാം ഒരു അനന്തരഫലമാണ് മൂഡ് സ്വിങ്സും ഡിപ്രഷനും ആൻസൈറ്റിയും. പണ്ടുള്ള കാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലും ഗ്രാമീണ ജീവിതത്തിലെല്ലാം ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം വളരെ വിരളമായിരുന്നു. ഇന്ന് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മെഡിസിൻ ആൻറ്റി ഡിപ്രസൻറ്റ് മെഡിക്കേഷൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് ഓർക്കുക അമേരിക്ക. അവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മെഡിസിൻ ഡിപ്രഷൻ്റെ മെഡിസിനാണ്. ശാസ്ത്രജ്ഞന്മാർ ലോകത്തിലെ പല കമ്മ്യൂണിറ്റികളിലുള്ള സ്ട്രെസ് ഹോർമോൺസിൻ്റെയും ഹാപ്പി ഹോർമോണിൻ്റെയും ലെവൽ കണ്ടെത്താൻ വേണ്ടി ഒരു പഠനം നടത്തി. അവർ കണ്ടെത്തിയ ഏറ്റവും ഹാപ്പിയസ്റ്റ് കമ്മ്യൂണിറ്റി ആഫ്രിക്കൻ കാടുകളിൽ വസിക്കുന്ന ഹദ്സ എന്ന ഒരു ട്രൈബ്സാണ്. അവർക്ക് ആകപ്പാടെയുള്ള ഒരു സമ്പാദ്യവും ഒരു കുടവും ഒരു മഴുവും ഒരു അമ്പും വില്ലുമാണ് അവരുടെ സമ്പാദ്യം. അവരുടെ രക്തത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഹാപ്പി ഹോർമോൺ ഐസൊലേറ്റ് ചെയ്യാൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചത്. അപ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസോ പേരോ പെരുമയോ പ്രൗഢിയും ഒന്നുമല്ല നമുക്ക് സന്തോഷം തരുന്നത്, പിന്നെയോ നമ്മുടെ സോഷ്യൽ ലൈഫും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും നമ്മുടെ റിലേഷൻഷിപ്പും ഒക്കെയാണ് നമുക്ക് ആനന്ദം പകർന്നു തരുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കാൻ പറ്റുന്ന 10 ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്പർ 1 ഫുഡ് ഡാർക്ക് ചോക്ലേറ്റ്, കൊക്കോ. കാരണം കൊക്കോ ഒരു സൂപ്പർ ഫുഡാണ്. കൊക്കോയിലുള്ളൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് തിയോബ്രോമിൻ എന്ന് പറയും. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിനെ വർദ്ധിപ്പിക്കാനും തലച്ചോറിലെ പല ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്ന പല ഇൻഗ്രീഡിയൻസും ഫ്ലവനോയിഡ്സും ആക്റ്റീവ് കോമ്പൗണ്ട്സും ഈ ഡാർക്ക് ചോക്ലേറ്റിലുണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ 85% ഡാർക്ക് ചോക്ലേറ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഈ ഡാർക്ക് ചോക്ലേറ്റിലുള്ള തിയോബ്രോമിൻ്റെ സ്ട്രക്ചർ നമ്മുടെ കഫീനുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ളതാണ്. നമ്പർ 2, നമ്മുടെ എല്ലാം തൊടിയിലുള്ള ഈ സിമ്പിൾ ഫുഡ് ബനാന ഫ്ലവർ. ബനാന ഫ്ലവർ മാത്രമല്ല, നമ്മുടെ സ്റ്റെമ്മും ഉണ്ടല്ലോ, വാഴപ്പിണ്ടി എന്ന് പറയുമല്ലോ, ഇതിനുള്ളിൽ നാരിൻ്റെ അംശം വളരെ കൂടുതലുണ്ട്. 2 തരത്തിലുള്ള നാരുകളുണ്ട്. ഒന്ന് സൊളിബിൾ ഫൈബർ എന്ന് പറയും, രണ്ടാമത്തത് ഇൻസൊളിബിൾ ഫൈബർ എന്ന് പറയും. അപ്പോൾ ഈ വാഴപ്പിണ്ടിക്കകത്തും വാഴപ്പൂവിനകത്തും ധാരാളം സൊളിബിൾ ഫൈബറുണ്ട്. എന്താണ് ഈ സൊളിബിൾ ഫൈബറിൻ്റെ പ്രസക്തി? കാരണം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 2 തരത്തിലുള്ള കോശം വെച്ചിട്ടാണ്. ഒന്ന് നമ്മുടെ അപ്പൻ്റെ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ച കോശവും രണ്ടാമത്തത് നമ്മുടെ ബാക്ടീരിയൽ കോശവും. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മനുഷ്യ ശരീരത്തിൽ 30 ട്രില്യൺ കോശങ്ങൾ നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും 50 ട്രില്യൺ ബാക്ടീരിയ കോശങ്ങൾ നമ്മുടെ ശരീരത്തുണ്ട്. ഈ ബാക്ടീരിയ കോശങ്ങൾ ബഹുഭൂരിപക്ഷമുള്ളത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമാണ്. ഈ വൻകുടലിലും ചെറുകുടലിലുമുള്ള ബാക്ടീരിയകളുടെ സഹായത്തിലാണ് 500ഓളം ബ്രെയിൻ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത്. 500 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ വയറ്റിലാണ്. ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ തലച്ചോറിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയയുടെ മെയിൻ ഫുഡാണ് സൊളിബിൾ ഫൈബർ. അത് ധാരാളം നമ്മുടെ വാഴപ്പൂവിനകത്തും വാഴപ്പിണ്ടിക്കകത്തും ഉണ്ട്. നമ്പർ 3 ഫിഷ്, മത്തി അയല പ്രത്യേകിച്ച്. കാരണം ഇതിനുള്ളിൽ ഒരു മിറക്കിൾ ഫാറ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? മനുഷ്യനെ വേറെ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും സർവൈവ് ചെയ്യുന്നത് മസിൽസ് വെച്ചാണ്. പക്ഷേ മനുഷ്യൻ എന്ന ഒരു ജീവി മാത്രം സർവൈവ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറും ബുദ്ധിയും ഉപയോഗിച്ചാണ്. അപ്പം നമ്മുടെ തലച്ചോറ് ഉണ്ടാക്കിയേക്കുന്ന 2 വൈറ്റൽ ന്യൂട്രിയൻസ് ആണ് ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ. നമ്മുടെ ശരീരത്തിലുള്ള 35% കൊളസ്ട്രോൾ നമ്മുടെ തലച്ചോറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തലച്ചോറിലെ പ്രധാനപ്പെട്ട ഫാറ്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അപ്പം ബ്രെയിൻ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും കോഗ്നിറ്റീവ് പവർ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും നമ്മുടെ മെമ്മറി ലോസ് തടയുവാൻ വേണ്ടിയുമുള്ള നമ്പർ 1 മിറക്കിൾ ഫാറ്റാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ്. അത് ധാരാളം കണ്ടെത്തപ്പെടുന്നത് 2 മത്സ്യങ്ങളിലാണ്, മത്തി ആൻഡ് അയല. നമ്പർ 4 കോക്കനട്ട്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നാളികേരം. ഈ നാളികേരത്തിനകത്ത്, വെളിച്ചെണ്ണയ്ക്കകത്ത് അമൂല്യമായിട്ടുള്ള ഒരു കൊഴുപ്പുണ്ട്, അതിൻ്റെ പേരാണ് ലോറിക് ആസിഡ് എന്ന് പറയും. 12 കാർബണുള്ള ലോറിക് ആസിഡ്. ഈ ലോറിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകത, ഇത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി എല്ലാ കൊഴുപ്പുകളും നമ്മുടെ ചെറുകുടലിൽ നിന്ന് ലിവറിലേക്ക് പോകുന്നത് ലിംഫാറ്റിക് സർക്കുലേഷനിൽ കൂടി ആകുമ്പോൾ ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡിന് ഡയറക്റ്റ് ലിവറിലേക്ക് പോകുന്ന ഒരു പാത്വേ ഉണ്ട്. നമ്മുടെ ചെറുകുടലിനെയും ലിവറിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് വേ ഉണ്ട്. രണ്ടാമത്തെ വേ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്, അത് വളഞ്ഞു ചുറ്റിക്കിടക്കുന്ന ഒരു വഴിയാണ്. അപ്പം ഈ
ലോറിക് ആസിഡ്, അതായത് കോക്കനട്ട് ഓയിലുള്ള മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡായിട്ടുള്ള ലോറിക് ആസിഡ് ഈ എക്സ്പ്രസ് വേ കൂടെ ലിവറിലെത്തുകയും അവിടുന്ന് പെട്ടെന്ന് ബ്രെയിനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോക്കനട്ട് ഈസ് എ അമേസിങ് ഫാക്ട്. ലോകത്തിൻ്റെ ഏറ്റവും നമ്പർ 1 സൂപ്പർ ഫുഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് കോക്കനറ്റാണ്. നമ്പർ 5 എഗ്സ്. ഇതുപോലെ വേറൊരു സൂപ്പർ ഫുഡാണ് എഗ്സ്. കാരണം 44 എസെൻഷ്യൽ ന്യൂട്രിയൻസും ഈ മുട്ടയുടെ ഉണ്ണിയിലുണ്ട്. ഹെൽത്തി പ്രോട്ടീൻസ് ഉണ്ട്, എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്, നമ്മുടെ ബ്രെയിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന അനേക ന്യൂട്രിയൻസാൽ സമൃദ്ധമാണ് മുട്ട. ഒരു ദിവസം ഒരു 3 മുട്ടയെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് 5 മുട്ടയാണ് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് മുട്ടയുടെ ഉണ്ണി. പക്ഷേ മുട്ടയുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോയിലർ മുട്ടകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തെ ഉണ്ണിക്കകത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നാട്ടുകോഴിയുടെ മുട്ട കിട്ടുകയാണെങ്കിൽ ഒരു മുട്ടയ്ക്ക് 50 രൂപ കൊടുത്താലും അത് നിങ്ങൾക്കൊരു നഷ്ടമാകത്തില്ല. പിന്നെ അടുത്തത് കോഫി വളരെ പഠനങ്ങളുണ്ട്. കോഫി ആയുസ് വർദ്ധിപ്പിക്കുന്നതായിട്ടും സ്ട്രെസ് കുറയ്ക്കുന്നതായിട്ടും നമ്മുടെ ഉന്മേഷം വർദ്ധിപ്പിക്കുന്നതായിട്ടും ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതായിട്ടുമെല്ലാം വളരെയധികം പഠനമുണ്ട്. പക്ഷേ കോഫിയിൽ പഞ്ചസാര ഇട്ടാൽ ഈ എല്ലാ ബെനിഫിറ്റ്സും നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ, വൺ ഓഫ് ദ ബെസ്റ്റ് ബിവറേജ് ഇൻ ദി പ്ലാനറ്റ്. നെക്സ്റ്റ് വൺ അവക്കാഡോ. ഇതെല്ലാവർക്കും ലഭിക്കുന്നതല്ല. കാരണം അവക്കാഡോ എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. ഏകദേശം ഒരു 2% താഴെ മാത്രമേ കാർബോഹൈഡ്രേറ്റ് ഉള്ളൂ. ഈ അവക്കാഡോയ്ക്കകത്തുള്ളത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഫാറ്റി ആസിഡ്സ് ആണ്. അതുപോലെ തന്നെ അവക്കാഡോയ്ക്കകത്ത് വളരെയധികം ന്യൂട്രിയൻസ് ഉണ്ട്, മഗ്നീഷ്യവും അതുപോലെ നാരുകളുടെ എല്ലാം അംശം വളരെ കൂടുതലാണ്. ബ്രെയിൻ ന്യൂട്രിയൻസിൻ്റെ ഒരു കലവറയാണ് അവക്കാഡോ. എള്ളിൻ്റെ ഒരു പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, ഓട്ടിസമായിട്ടുള്ള വരുന്ന കുട്ടികളോടും അതുപോലെ അറ്റൻഷൻ ഡെഫിഷ്യൻസിയുള്ള കുട്ടികൾക്കെല്ലാം ഞാൻ കൊടുക്കുന്ന ഒരു അഡ്വൈസാണ് 2 മുതൽ 4 ടീസ്പൂൺ വരെ എള്ള് പൊടിച്ച് എല്ലാ ദിവസവും കഴിക്കുക എന്നുള്ളത്. കാരണം എള്ളിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, എള്ളിൻ്റെ ആ കവറിങ് ഉണ്ടല്ലോ, ഔട്ടർ കവറിങ്, അത് സൊല്യൂബിൾ ഫൈബറാണ്. പല തരത്തിലുള്ള സൊല്യൂബിൾ ഫൈബർ എള്ളിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയകളുടെ മെയിൻ ഫുഡാണ് സൊല്യൂബിൾ ഫൈബർ. അപ്പോൾ 2 മുതൽ 4 ടീസ്പൂൺ വരെ എള്ള് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുമ്പോൾ ആ എള്ളിലെ ഫൈബർ നമ്മുടെ വൻകുടലിൽ എത്തുകയും നല്ല ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടുകയും, അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 500ഓളം ബ്രെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ ഗട്ടിലാണ്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും നമ്മുടെ മൂഡിനെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതുമാണ്. അടുത്തത് പംകിൻ സീഡ്സ്. എല്ലാ സീഡ്സും, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, എല്ലാ സീഡ്സും ഒരു ബെസ്റ്റ് ചോയ്സാണ്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന കർണാടക കൂടുതലും വെജിറ്റേറിയൻസ് ആണ് ഉള്ളത്. അപ്പം നോൺ വെജിറ്റ് കിട്ടുന്ന പല പോഷകാംശങ്ങൾക്കും അവർക്ക് ലഭിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്ന റെക്കമെൻഡേഷനാണ് ഈ പലതരത്തിലുള്ള സീഡ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി. കാരണം ഈ സീഡ്സുകളിലെല്ലാം എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്, നമ്മുടെ ബ്രെയിൻ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അമീനോ ആസിഡ്സ് ഉണ്ട്, ബയോ ആക്റ്റീവായിട്ടുള്ള ഫ്ലവനോയിഡ്സ് ഉണ്ട്, നമ്മുടെ ഗട്ടിലെ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന പല ന്യൂട്രിയൻസും ഈ സീഡ്സിനകത്തുണ്ട്. പ്രത്യേകിച്ച് പംകിൻ സീഡ്സോ ഫ്ലാക്സ് സീഡ്സോ സെസിമി സീഡ്സോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 ടീസ്പൂൺ മുതൽ 5 ടീസ്പൂൺ വരെ എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ലിവർ. പ്രത്യേകിച്ച് പോത്തിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയോ ലിവർ. ഈ പ്രപഞ്ചത്തിലെ നമ്പർ 1 സൂപ്പർ ഫുഡാണ് ലിവർ. എല്ലാ ട്രഡീഷണൽ കൾച്ചറുകൾ നോക്കിയാലും അവരൊരു മൃഗത്തിനെ ഹണ്ട് ചെയ്തതിന് ശേഷം, പ്രത്യേകിച്ച് കാട്ടിലുള്ള ഈ ഹണ്ടർമാരെല്ലാം അവരേറ്റവും പ്രീഷ്യസ് ആയിട്ട് എടുത്തത് ഈ ലിവറിനെയാണ്. ലിവറിന് വേണ്ടി അവർ കോമ്പറ്റ് ചെയ്തു, ലിവർ കിട്ടാൻ വേണ്ടി. അവരുടെ ഈ മൃഗത്തിൻ്റെ മാംസം കൂടുതലും അവരുടെ നായ്ക്കൾക്കാണ് അവരിട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് എസ്കിമോസ് കൾച്ചറിൽ ഞാൻ എക്സ്റ്റെൻസീവായിട്ട് പഠിച്ചിട്ടുള്ളൊരു കൾച്ചറാണ് എസ്കിമോസ്, ആർട്ടിക് റീജിയനിലുള്ള എസ്കിമോസ്. അവരുടെ ആ പ്രദേശത്ത് മൈനസ് ടെമ്പറേച്ചറാണ്, ഐസ് മാത്രമേ ഉള്ളൂ, ഒരു പ്ലാന്റും അവിടെ വളരത്തില്ല. എങ്കിലും അവർക്ക് ഒരു രോഗം തന്നെ ഇല്ലെന്ന് പറയാം. പ്രത്യേകിച്ച് ഹൃദ്രോഗവും പ്രമേഹവും ഒന്നും ആർക്കും തന്നെ അവിടെ ഇല്ല. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് ഈ ന്യൂട്രിയൻസ് എല്ലാം കിട്ടിയത്? ഈ പ്ലാന്റിലെ പല ന്യൂട്രിയൻസും അവർക്ക് ലഭിച്ചത് അവർ റോ ലിവർ തിന്നിട്ടാണ്. അതുകൊണ്ട് അവരുടെ കൾച്ചറിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് കണക്കാക്കുന്ന ഫുഡാണ് ലിവർ. ലിവർ ഒരു പോഷകാംശത്തിൻ്റെ കലവറ എന്ന് പറയാം. എല്ലാ ന്യൂട്രിയൻസും 44 എസെൻഷ്യൽ ന്യൂട്രിയൻസും ലിവറിലുണ്ട്. കാലറി ആണെങ്കിൽ വളരെ കുറവ്. 100 ഗ്രാം ലിവറിൽ ഏകദേശം 100 കാലറിയേ ഉള്ളൂ. 100 ഗ്രാം ബിസ്ക്കറ്റിൽ 600 കാലറി ഉണ്ടെന്ന് ഓർക്കുക. അതായത്
100 ഗ്രാം ലിവറിലുള്ളത് വെറും 2 പീസ് ബിസ്ക്കറ്റിലുള്ള കാലറി മാത്രമേ 100 ഗ്രാം ലിവറിലുള്ളൂ. പക്ഷേ പോഷകാംശമാണെങ്കിലോ 44 എസൻഷ്യൽ ന്യൂട്രിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ന്യൂട്രീഷണൽ ഡെൻസ് ഫുഡാണ്, പക്ഷേ കാലറി പുവർ ഫുഡാണ്. നമ്മുടെ ഈ മോഡേൺ ജീവിതശൈലിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം കാലറി കൂടുതലാണ്. 100 ഗ്രാം നൂഡിൽസിൽ ഏകദേശം 600 കാലറി ഉണ്ട്, പക്ഷേ പോഷകാംശങ്ങളോ 0. ബിസ്ക്കറ്റിൽ 600 കാലറി, പോഷകാംശങ്ങൾ 0. ചിപ്സിൽ 600 കലോറി, പോഷകാംശം 0. ഈവൻ നമ്മൾ കഴിക്കുന്ന ബേബി ഫുഡിലും നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന എല്ലാ ഫുഡിലും കാലറി ഉണ്ട്, ന്യൂട്രിയൻസ് 0. പക്ഷേ ലിവറിൽ കാലറി വളരെ കുറവ്, പോഷകാംശങ്ങളോ ധാരാളം. പ്രത്യേകിച്ച് ബ്രെയിനിനെ സസ്റ്റെയിൻ ചെയ്യാൻ, നറിഷ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും. ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ നമ്മുടെ ഗട്ടി വെച്ച് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ സെറോട്ടോണിനായി മാറുകയും അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഹാപ്പി ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ഈ ട്രിപ്റ്റോഫാൻ എല്ലാം ധാരാളം നമ്മുടെ ലിവറിലുണ്ട്. അപ്പം ഏകദേശം ഒരു ആഴ്ചയിൽ മിനിമം ഒരു 1/2 kg ലിവറെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് പോത്തിൻ്റെയോ അല്ലെങ്കിൽ ആടിൻ്റെയോ ലിവർ ഉൾപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റായിട്ട് നമ്മുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ഈ ഫുഡ് നിങ്ങൾ ട്രൈ നോക്കിക്കഴിഞ്ഞാൽ പല സൈക്യാട്രിക് മെഡിസിനോടുള്ള നിങ്ങളുടെ ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ മൂഡ് വേരിയേഷനുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം ഈ പീരിയഡ്സിൻ്റെ സമയത്തും മെനോപ്പോസിൻ്റെ അടുത്തൊക്കെ ഉണ്ടാകുന്ന മൂഡ് വേരിയേഷൻസൊക്കെ ഈ ഞാൻ പറഞ്ഞ 10 ഫുഡുകൾ ഒരു പ്രതിവിധിയാണ്. നിങ്ങളുടെ കിച്ചണിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങളിൽ കൂടെ നിങ്ങളുടെ മൂഡിനെ നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും കാണാം.